ഹിന്ദു വേട്ട നടത്തിയ നിഷ്ഠൂരനായ ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ടിപ്പു വലിയ ഉദാരമതിയായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, മന്ത്രിമാരൊക്കെ ഹിന്ദുക്കളായിരുന്നു, ഒരുപാട് ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന മറുവാദവുമുണ്ട്. പക്ഷെ ഇപ്പോൾ വിക്രം സമ്പത്തിൻ്റെ ടിപ്പു സുൽത്താൻ എന്നുള്ള ബെസ്റ്റ് സെല്ലർ, നാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. ആ പുസ്തകം വന്നതോടുകൂടി പുതിയ കുറേ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ, മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ ദിനപത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ വിക്രം സമ്പത്തുമായി ഈ പുസ്തകത്തിനെ അധികരിച്ച് ഒരു സംഭാഷണം വന്നിട്ടുണ്ട്. സാറ് കണ്ടല്ലോ അല്ലേ? ഞാൻ വായിച്ചു. അതെങ്ങനെയുണ്ട് നോക്കിയിട്ട്? അത് അത് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് വളരെ മിടുക്കനായ ഒരു ജേർണലിസ്റ്റാണ്, ശ്രീകാന്ത് കോട്ടക്കൽ ആണ്. അയാൾക്ക് വളരെ സെൻസിബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരു ജേർണലിസ്റ്റാണ്. മനോഹരമായ ഭാഷയാണ്, മനോഹരമായ ഭാഷയുണ്ട്. എന്നാൽ അയാളങ്ങനെ മലയാളം കോളേജിൽ പഠിച്ചിട്ടുമില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഉള്ള വാക്കുകൾ വെച്ച് കാര്യങ്ങൾ വ്യക്തമായി വൃത്തിയായി ചെയ്യുമ്പോഴുള്ളൊരു സുഖം അയാളുടെ ഭാഷയ്ക്കുണ്ട്. മനോഹരമായിട്ട് എഴുതുന്ന ഒരാളാണ്. അയാളാണ് ആ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂ നന്നായിട്ടുണ്ട്, വായിക്കേണ്ടതാണ് അല്ലേ? വായിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ടിപ്പു സുൽത്താനെക്കുറിച്ചും ഹൈദരാലിയെക്കുറിച്ചും ഇതുവരെ നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ നിജസ്ഥിതി വസ്തുതകളെ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഇതല്ല, ഊഹാപോഹം പറയുന്നതല്ല. ഇല്ലേ, മലയാളത്തിലെ ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചേക്കണം, അങ്ങനെ നോക്കുമ്പോൾ അക്കാലത്തെ രാജാക്കന്മാർ നായന്മാരാകാനേ തരമുള്ളൂ. എങ്ങനെ നോക്കുമ്പോൾ ചരിത്രത്തിൽ അങ്ങനെ നോട്ടമില്ലല്ലോ, വസ്തുതകളാണ്. വിക്രം സമ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം വസ്തുതകളെ വെച്ചുകൊണ്ടാണ് ഇത് നിരീക്ഷിക്കുക. അദ്ദേഹം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. വിധിയല്ല അദ്ദേഹത്തിൻ്റെത്. ഇത് ഇന്നതൊക്കെ നടന്നിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ തെളിവ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ നിഗമനങ്ങൾ നിങ്ങളുണ്ടാക്കിക്കോളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ടിപ്പുവിൻ്റെ അജണ്ടകളിലൊന്നായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം. അത് അങ്ങനെ അല്ല എന്നാണ് ഇവിടെ പ്രചരണം. അതല്ല അതിൻ്റെ വസ്തുത. നിർബന്ധിത മതപരിവർത്തനം, മതം മാറാത്തവരുടെ അവരെ കൊല്ലാനും അദ്ദേഹത്തിന് മടി ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ട്, അമ്പലങ്ങൾ തകർക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ അജണ്ടയായിരുന്നു. അങ്ങനെ ചെയ്യണമെന്നും അവിടെ പോയിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ നിർബന്ധിതമായിട്ട് മതം മാറ്റണം, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കണം എന്ന് കമാൻഡർമാർക്ക് ടിപ്പു എഴുതിയ കത്ത് ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുസ്തകത്തിൽ. അപ്പോൾ പിന്നെ ആർക്കും ഞാൻ ഒന്നിനകത്തൊന്നും പറയാനില്ല. ഞാൻ അത് ടിപ്പു എഴുതിയതല്ല, അത് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ രേഖകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ടിപ്പു ഭയങ്കര അന്ധവിശ്വാസിയായിരുന്നു. അപ്പം അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡയറിയിൽ ഇയാൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ട് ആ ഡയറി. എന്ന് മാത്രവുമല്ല, ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ജ്യോത്സ്യന്മാരിലും കൂടോത്രക്കാരിലും വിശ്വാസം പുലർത്തിയ ഒരാളാണ് ഇയാൾ. കാരണം ഇത് രണ്ടും അടുത്തടുത്ത് നിൽക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എളുപ്പമാണ് കാര്യങ്ങൾ. കൂടോത്രക്കാരിൽ ഉള്ളത്, കൂടോത്രം നടത്തി ശരിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കറ തീർന്ന ഫനാറ്റിക്കായിരുന്നു ടിപ്പു. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെയാണ്. മംഗലാപുരത്തെ ക്രിസ്ത്യാനികളെ മതം മാറ്റണം, കന്നഡത്തിലെയും. പിന്നെ മൈസൂരിലെ
അയ്യങ്കാർമാരെ മതം മാറ്റണം. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മലബാറിലെ നായന്മാരെ മതം മാറ്റണം. മതം മാറ്റേണ്ട ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവരോട് ഇതൊക്കെ ചെന്ന് പറയുക, മാറാൻ വിസമ്മതിക്കുകയാണെങ്കിൽ തട്ടിക്കളയുക. എന്നിട്ട് പറയുന്നുണ്ട് അത് ജിഹാദാണ്, അതിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പിന്നെ ഇവനിത് മുഴുവൻ മുച്ചൂടും നശിപ്പിക്കും എന്നാണ് ഹൈദരാലി പറഞ്ഞിരുന്നത്. ഇവൻ്റെ പോക്ക് ശരിയല്ല. ഹൈദരാലി അങ്ങനെ പറഞ്ഞു ടിപ്പുവിനെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലക്ക് ഈ മെജോറിറ്റി സമൂഹത്തെ മതം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സാമ്രാജ്യം തകർന്നു പോകും എടാ മോനെ എന്ന് ഹൈദരാലി ഇവനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. പക്ഷെ അവനത് വിശ്വാസം വരുന്നില്ല. അപ്പം പറഞ്ഞത് പുള്ളി തള്ളി. ഇല്ല, അപ്പനെ പുള്ളി സമ്പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അപ്പോൾ അത് കാരണം ഇവൻ്റെ കയ്യിൽ അയാൾ പറയുന്നുണ്ട്, അതിനകത്ത് കോട്ട് ചെയ്തിട്ടുള്ള അയാൾ പറയുന്നത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ സാമ്രാജ്യം ഇവൻ തൊലച്ചെടുക്കും, ഇവൻ മുടിയനായ പുത്രനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുടിയനായ പുത്രനാണെന്നാണ്. പിന്നെ വേറൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഗോവധം വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു പുള്ളിക്ക്. അത് ചെയ്യുന്ന സമയത്ത് ഇയാൾ ആനന്ദം അനുഭവിച്ചിരുന്നു. ഗോവധവും പശുവിനെ കൊല്ലലും ക്ഷേത്രധ്വംസനവും മതം മാറ്റവും അതിനു വേണ്ട കൊലപാതകം ചെയ്യുമ്പോൾ ഇയാൾക്ക് എനർജി കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ഹിസ്റ്റീരിയ ബാധിച്ച പോലെ. അല്ല, എനർജി കിട്ടിക്കൊണ്ടിരുന്നു, ഊർജം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അടിമുടി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഇയാൾ. നായകനല്ല, വില്ലനാണ്. ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇയാൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അതില്ല എന്നും പറയുന്നില്ല, അതൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തത് ദേശപ്രേമത്തിൻ്റെ പേരിലല്ല, തൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിലുള്ള സ്വത്ത് നിങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി വരണമെങ്കിൽ ഞാൻ നിങ്ങളെ എതിർക്കുന്നത് ലോകത്ത് സമാധാനവും ഐക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. എനിക്ക് എൻ്റെ പണി തുടരാൻ, എൻ്റെ സാധനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എൻ്റെ രാജ്യം സംരക്ഷിക്കണം എന്ന നിർബന്ധക്കാരായിരുന്നു രണ്ടുപേരും, അപ്പനും മോനും അതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കക്ഷിയെ എന്തിനാണ് നായക പരിവേഷം നൽകി ചരിത്രകാരന്മാരെ അവതരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട് സുനിലേ. നിങ്ങൾ എന്തും യേശുദേവൻ പറയുന്നത് വളരെ ശരിയാണ്. അർദ്ധരാത്രി ആരും അറിയാതെ ചെയ്യുന്നത് അടുത്ത പ്രഭാതത്തിൽ പുറപ്പുറത്ത് നിന്ന് കൂവപ്പെടും. അങ്ങനെയാണ് അരമന രഹസ്യങ്ങളെല്ലാം അങ്ങാടിപ്പാട്ടാകുന്നത്. ഇന്ന് വരെ ഒരു രഹസ്യവും രഹസ്യമായിരുന്നിട്ടില്ല. അപ്പോൾ ടിപ്പുവിന് ഇല്ലാത്ത പരിവേഷം ഉണ്ടാക്കി. അത് തുടക്കം മലയാളത്തിൽ പിടിച്ചത് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പുസ്തകം എഴുതുന്ന ആരാണ്? പി.കെ. ബാലകൃഷ്ണനാണ്. പി.കെ. ബാലകൃഷ്ണനാണ് ടിപ്പുവിനെ കുറിച്ച് എഴുതുന്നത്, ടിപ്പു മഹാനാണെന്നുള്ള രീതിയിൽ എഴുതുന്നത്. കാരണം ഇതും മറ്റതും ശരിയാണ്. ഇയാൾക്ക് അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് ചില ക്ഷേത്രങ്ങളെ തകർത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭൂതപ്രേത പിശാചുക്കൾ വന്ന് തന്നെ തകർത്ത് കളയും എന്ന് വരുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരെ തിരിച്ചപ്പുറത്ത് പോയിട്ട് ഇത് മറ്റതും ചെയ്തിട്ടുണ്ട്. അതായത് വളരെ കോംപ്ലക്സ് മാത്രമല്ല, കോൺഫ്ലിക്റ്റിംഗ് പേഴ്സണാലിറ്റിയായിരുന്നു. മനോരോഗിയായിരുന്നു, ഒരു സംശയം വേണ്ട. കറക്റ്റ് വാക്ക് മനോരോഗി എന്നായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഖബറിടത്തിൽ കൂടുതൽ സ്പേസ് കിട്ടും, സ്വർഗം കിട്ടും, ഹൂറിമാരെയൊക്കെ കിട്ടുമെന്നുള്ളൊരു കാര്യം. അത് ചെയ്തു വരുന്ന ചില ക്ഷേത്രങ്ങൾ വരുന്ന സമയത്താണ് ഈ മറ്റേ ജ്യോത്സ്യന്മാർ പറയും അവിടെ നിന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളിച്ചതിൻ്റെ സംഗതി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഇതിന് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിയാണ്. ശൃംഗേരി മഠത്തിനെ പേടിച്ചുപോയി. ശൃംഗേരി മഠത്തിന് പേടി വന്ന്. പക്ഷെ അപ്പം ഇങ്ങനെ ഒരു ഇതുപോലെ മൂകാംബിക ചെന്നപ്പോഴും പേടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സൈക്കിക് പേഴ്സണാലിറ്റിയാണ് ഇയാൾ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്.
അത് തന്നെയല്ലേ ഈ പശുവിനെയൊക്കെ കൊന്നു കഴിയുമ്പോൾ ത്രില്ലടിക്കണം ഇയാൾ. അതെ അതെ. അതൊക്കെ ഇങ്ങനെ കഴുതി ക്ഷേത്രം ഇയാൾ ഇതൊക്കെ പറഞ്ഞ് ക്ഷേത്രം നശിപ്പിച്ചു എന്ന് കഴിയുമ്പോഴേക്കുമാണ് അടുത്ത ദിവസം ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ പറയും ദേ പ്രശ്നമായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ മറ്റേ കൂടോത്രക്കാരൻ പറയും ഇതിങ്ങനെയാണ്, ഇതിന് പരിഹാരക്രിയ ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ടിപ്പു സുൽത്താൻ. ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പു സുൽത്താന നായക വേഷത്തിലാണ് ചരിത്രകാരന്മാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുതകൾ വെച്ചിട്ടല്ല ഇവർ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുൻകൂട്ടി ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിലേക്ക് എല്ലാം കൂടി കൊണ്ടുവന്ന് വെക്കുകയാണ്. അതാണ് മാപ്പിളകളെക്കുറിച്ച് എഗൻസ്റ്റ് ഗോഡ് ആൻഡ് ലോഡ് എന്ന് പറഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം കൊടുക്കുന്നത്. ആ എഗൻസ്റ്റ് ലോഡ് ആൻഡ് ഗോഡ് എന്നുള്ളത് വന്നാൽ മാത്രമേ മാർക്സിസത്തിന് ഇടങ്ങുള്ളൂ. അപ്പോൾ മാർക്സിസം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനകത്ത് ഇണങ്ങുന്നത് മാത്രമാണ് ശരിയെന്നാണ്. ആ ചട്ടക്കൂട് വെച്ചുകൊണ്ടാണ് ശുദ്ധ വിഡ്ഢിത്തം എഴുതിയിട്ടുള്ള ഒരു ചരിത്രകാരിയാണ് ഈ റോമില താപ്പർ എന്ന് പറയുന്നത്. എന്തോ ഒരു അവർക്ക് ഈ വേദത്തെക്കുറിച്ചോ ഈ കാര്യങ്ങളെക്കുറിച്ചോ അറിയില്ല. അങ്ങനെ ഒരു സെറ്റുണ്ടോ ഇർഫാൻ ഹബീബ് മതവർഗീയവാദിയാണ്, മതവൈര്യമുള്ളത്, മതവൈര്യമുള്ള ഒരാളാണ് ഇർഫാൻ ഹബീബ്. പിന്നെ ഇടതുപക്ഷത്തിൽ കാരണം ഇത് ഈ ഫ്രെയിമിൽ കിടക്കുകയാണ്. കെ എൻ പണിക്കർ ഈ ഫ്രെയിമിൽ കിടക്കുകയാണ്. അതിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് വിപിൻ ചന്ദ്ര. പക്ഷെ ഞാൻ ശരിക്കും നമ്മുടെ കെ കെ മുഹമ്മദിൻ്റെ ഞാനെന്ന ഭാരതീയനെ വായിച്ച് ഞെട്ടിപ്പോയി. ഇർഫാൻ ഹബീബ് എന്ന മനുഷ്യൻ എത്രത്തോളം ചെറിയ മനസ്സുള്ള ആളാണെന്നാണ് അതിനകത്ത് പറയുന്നത്. മുഹമ്മദിനെ ദ്രോഹിച്ചിട്ടുള്ള കഥകൾ, പിന്നെ ബാബറി മസ്ജിദിന്റെ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഈ അലിഗഡ് സർവകലാശാലയിൽ ഞാൻ അവിടെ അവരുടെ സോഷ്യൽ സയൻസിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു കുറച്ചു കാലം. എൻ്റെ സ്നേഹിതനായ അസീസ് അവിടുത്തെ VC ആയി പോയപ്പോൾ ഞാനന്ന് ഇവിടുത്തെ വൈസ് ചാൻസലറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെയർമാനായിട്ട് പ്രസിഡൻ്റായിട്ട് എന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനവിടെ പലവട്ടം പോയിട്ടുണ്ട്. അവിടെ ഇപ്പോഴത്തെ അധ്യാപകരെന്ന് പറഞ്ഞാൽ 4ാം തലമുറക്കാരാണ്. അത് മനസ്സിലായില്ലല്ലേ? ഇപ്പോഴത്തെ തലമുറ, അതിൻ്റെ പിന്നത്തെ തലമുറ, അതിൻ്റെ പാരമ്പര്യമായിട്ട് 4ാം തലമുറക്കാരാണ്. അത് ശരി. പുറത്തുനിന്ന് ആരും വരില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് അല്ല, അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൈമറി സ്കൂൾ മുതലാണ് വിദ്യാഭ്യാസം. അത് ശരി. അവിടെ അങ്ങ് ചേർന്നാൽ മതി. അപ്പോൾ ഇവനിങ്ങോട്ട് വന്ന് 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 ഇത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ ഒന്നുകിൽ സ്കൂളിൽ കയറും. സ്കൂളിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് കോളേജിലേക്ക് മാറും. ഇവരൊക്കെ തന്നെയാണ് ഇതെല്ലാം എല്ലാം തീരുമാനിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. പിന്നെ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുന്നി മറ്റേ ഇതില്ല ഷിയ ഒരു തർക്കം അവിടെ വരും. എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ ഫിലോസഫിയിലായിരുന്നു, ഹക്ക് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഫിലോസഫി എൻ്റെ PhDക്കൊക്കെ ഒരുപാട് ഇവാലുവേറ്ററായിട്ട് വരാറുള്ളൊരു കക്ഷിയാണ്. പക്ഷെ ഇതിങ്ങനെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇവർ ഈ വലിയ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അവകാശം പോലെ അങ്ങനെയാണ് ഇവർ തന്നെ എടുത്തു വെക്കും. അതിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം താനിരിക്കുന്ന സമയത്ത് സുനിൽ എൻ്റെ മകളെ എടുത്തു വെച്ചു, ഞാൻ സുനിലിൻ്റെ മകളെയും എടുത്തു വെക്കും. അപ്പോൾ 2 മക്കളും അവിടെ ഇങ്ങനെ വരെയാണ്. അപ്പോൾ അപ്പന്മാർ പോയി കഴിഞ്ഞാൽ ഇവർ പരസ്പരം സഹായിച്ചോളൂ. ഇവർ പരസ്പരം സഹായിക്കും. ജുഡീഷ്യറി സംഭവിച്ച ഇപ്പോൾ ജുഡീഷ്യറിയിൽ എന്തോ ഒരു സെക്കൻഡ് തിങ്കിങ് വന്നിട്ടുണ്ട്. കൊളേജിയം സിസ്റ്റത്തിൽ ഇതിങ്ങനെ പറ്റില്ല എന്ന് അങ്ങനെ ഈ അവരും കൊളേജിയം സിസ്റ്റം വേണ്ടെന്നല്ല, ബന്ധു നിയമനം എന്നുള്ള കാര്യമാണ്. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ജുഡീഷ്യറിയുടെ കെൽപ്പ് കുറഞ്ഞിട്ടുണ്ട്, മെരിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ചോദ്യം വരും, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്? അതാണ്. മാത്രമല്ല ഈ 33% ആളുകൾ ബന്ധുക്കളാണെന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഇവിടെ 100% ആണ് ആകെ അതിനകത്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നോർത്ത് ഇന്ത്യൻ മുസ്ലിം അല്ലാത്തൊരാളവിടെ വൈസ് ചാൻസലറായ സർവൈവ് ചെയ്യില്ല. അസീസിന് എന്തൊരു പ്രശ്നമായിരുന്നു.
മുസ്ലിം ആയാലും പോരാ, മുസ്ലിം ആയാലും പോലെ ആയിരിക്കണം, നോർത്ത് ഇന്ത്യൻ ആയിരിക്കണം. അസീസ്, എൻ്റെ സ്നേഹിതനായ പ്രൊഫസർ ഡോക്ടർ അസീസിന് പോയി കാണും. ഞാനവിടെ ഒരിക്കൽ ചെന്ന സമയത്തെന്ന് വെച്ചാൽ 40 മറ്റേ CRPF ആണ് ഇദ്ദേഹത്തിൻ്റെ വീടിന് കാവൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് കത്തിച്ച് ഇസ്ലാമിക് തീവ്രവാദികൾ തന്നെ. അത് ശരി. കാരണം അദ്ദേഹം നല്ല ഇസ്ലാം അല്ല എന്നാണ് പറയണത്. അപ്പം ആരാ നല്ല ഇസ്ലാം? നല്ല ഇസ്ലാം അവരാണ്. അപ്പോൾ ഈ അലിഗഡിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ്, ആ ചരിത്രകാരന്മാരാണ് ചരിത്രം എഴുതിയിട്ട് പറയുന്നത് ഇതാണ് ചരിത്രം എന്ന്. ഇപ്പോൾ ഈ വിക്രം സമ്പത്ത് വരുന്നു, പുതിയ പുതിയ റൈറ്റേഴ്സ് വരുന്നു. രാമേന്ദ്ര ഗുഹ നെഹ്റുവിൻ്റെ ഭക്തനാണ്. പക്ഷേ വസ്തുതകൾ അദ്ദേഹം വസ്തുതകളായി തന്നെ അവതരിപ്പിച്ചു. ചരിത്രത്തോട് നീതി പുലർത്തി. അല്ല, വസ്തുതകൾ അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടില്ല, കലഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ മറ്റേ മോത്തിലാൽ നെഹ്റു ഹാരോയിൽ ജവഹർലാൽ നെഹ്റു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ കത്ത് പുറത്തു കൊണ്ടുവന്നത്. എന്ത്? ഈ നെഹ്റു പരമ്പര ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു മകനെ, അതിൻ്റെ അടിത്തറ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേൽക്കൂര നീ തന്നെ പടുത്തുയർത്തണം. പിന്നെ അയാൾക്ക് വേറൊരു കാര്യമുണ്ട്, വേറെയും കത്തുണ്ട്. ഗാന്ധിയുടെ അയാൾ പോയി ചൂടാവുന്നുണ്ട്. ഞാൻ ഈ കാശൊക്കെ മുടക്കുന്നതേ എൻ്റെ മകന് പദവി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നേരിട്ട് പറയുന്നുണ്ട്. ആരോട്? ഗാന്ധിയോട്. സാക്ഷാൽ മഹാത്മാഗാന്ധിയോട്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് അപ്പനും മകനും പുച്ഛവുമായിരുന്നു. 1927 റഷ്യൻ വിപ്ലവത്തിൻ്റെ 10ാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് വന്നതിന് ശേഷമാണ്, ഒക്ടോബർ വിപ്ലവത്തിൽ പങ്കെടുത്ത് 10ാം വാർഷികം വന്നതിന് ശേഷമാണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഗാന്ധിക്ക് കത്തെഴുതി. എന്താണെന്നറിയാമോ കത്ത്? ഡിസംബറിൽ, എനിക്ക് അഹിംസയിൽ വിശ്വാസമില്ല, ഹിന്ദു മുസ്ലിം മൈത്രിയിൽ വിശ്വാസമില്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസമില്ല, അങ്ങ് പറയുന്ന ഈ ചർക്കയിൽ എനിക്ക് ഒട്ടും വിശ്വാസമേ ഇല്ല. അപ്പോൾ ഗാന്ധി ഒരു കത്തെഴുതി, എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെയും സഖാവിനെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അഹിംസയിലും സത്യത്തിലും മതസമന്വയത്തിലും വിശ്വാസമില്ലാത്ത ഒരാളെ വേറെ എന്ത് പേര് പറഞ്ഞാലും ഗാന്ധി ശിഷ്യനെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഗാന്ധിയുടെ അരുമ ശിഷ്യനാണെന്നാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ചരിത്ര വസ്തുതകൾ പുതിയ ചരിത്രത്തിലേക്കുള്ള കുട്ടികൾ വരുന്നതോടുകൂടി ആ ചരിത്രകാരന്മാരുടെ ചരിത്രം തെറ്റാണ് എന്ന് തെളിയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ടിപ്പുവിനും സംഭവിച്ചിരിക്കുന്നു. വിക്രം സമ്പത്തിൻ്റെ പുസ്തകം വസ്തുതകളല്ല, അതിനോട് എന്ത് പറയാൻ പറ്റും? പക്ഷേ എനിക്കതിൽ അത്ഭുതം തോന്നുന്നത്, വിക്രം സമ്പത്തിൻ്റെ വലിയ ബൃഹത്തായ 10,500 പേജുള്ള വലിയ പുസ്തകമാണ്, വിലയും കൂടുതലുണ്ട്, അപ്പോൾ ഇംഗ്ലീഷിലാണ്. അതെല്ലാവർക്കും വായിക്കാൻ കഴിയില്ല. വാങ്ങിയാൽ തന്നെ വായിച്ചാൽ മനസ്സിലാക്കണമെന്നില്ല. മാതൃഭൂമി ദിനപത്രം അതിൻ്റെ വാരാന്ത്യ പതിപ്പിൽ ഇങ്ങനെ വിക്രം സമ്പത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് അത്ഭുതകരമായിരിക്കണം. അല്ല, വിക്രം സമ്പത്ത് അവരുടെ ലിറ്റററി ഫെസ്റ്റിവലിന് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. മാതൃഭൂമിയുടെ സമീപകാലത്തുള്ള ചില മാറ്റങ്ങളുമായിട്ട് നോക്കുമ്പോൾ, അല്ല, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം മറ്റേ തങ്ങളുടെ ഇൻ്റർവ്യൂ കൊടുത്തത്. അതാണെങ്കിൽ വേറൊരു കാര്യം, വെളുക്കാൻ തേച്ചത് പാണ്ടാകുകയും ചെയ്തു. തങ്ങൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതോടുകൂടി മുസ്ലിം ലീഗ് മതവർഗീയ പാർട്ടിയായി. ഇതിനൊക്കത്തിന് ഉത്തരവാദി തങ്ങളാണ്. കാരണം മുസ്ലിങ്ങളുടെ അവസാന വാക്കാണല്ലോ തങ്ങൾ. അതെ, ഇനി എന്ത് വന്നാലും അങ്ങോട്ട് പോയാൽ ഒറ്റ വാക്കും അവസാന വാക്കും തങ്ങളാണ്. അപ്പൊ ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാലും തങ്ങളാണ്. PFI തങ്ങളാണ് ഉത്തരവാദി, വെൽഫെയർ പാർട്ടി തങ്ങളാണ് ഉത്തരവാദി, ജമാഅത്തെ ഇസ്ലാമി തങ്ങളാണ് ഉത്തരവാദി എന്ന് വന്നില്ലേ? അതുപോലെ പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ പാഠമാണ് ഈ പുസ്തകം. ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വസ്തുതകളാണ് ചരിത്രത്തിൻ്റെ അടിത്തറ. അതിനോട് കലഹിക്കാൻ നിൽക്കരുത്. നമ്മുടെ ചരിത്രകാരന്മാർ ചരിത്ര വസ്തുതകളോട് കലഹിക്കുന്നവരാണ്, വിശേഷിച്ച് ഇടതുപക്ഷ ചരിത്രകാരന്മാർ. ഈ വിക്രം സമ്പത്തിനെ പോലുള്ളവരൊക്കെ വരുന്ന അവരിത് എഴുതുമ്പോഴേക്കും ഇടതുപക്ഷ ചരിത്ര നിർമ്മിതി, ആ നിർമ്മിതിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏതായാലും സമ്പത്തിനെ വായിക്കട്ടെ, ടിപ്പു സുൽത്താനെ അറിയട്ടെ. മാതൃഭൂമിക്ക് നമുക്കൊരു നന്ദി പറയാം. ഓക്കെ. ശ്രീകാന്ത് കോട്ടക്കലിനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.